എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഗൾഫ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കും. ഒക്ടോബർ അവസാന വാരത്തോടെ തുടങ്ങുന്ന ശൈത്യകാല ഷെഡ്യൂളിലാണ് മാറ്റങ്ങൾ വരിക. മലബാർ മേഖലയിലെ പ്രവാസികളെയാണ് എയർ ഇന്ത്യയുടെ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. എയർ ഇന്ത്യ ചില ഗൾഫ് സർവീസുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്, ചിലത് വെട്ടിക്കുറയ്ക്കുകയുമാണ്. കണ്ണൂർ, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള കുവൈറ്റ് സർവീസ് പൂർണ്ണമായും അവസാനിപ്പിക്കും. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളിൽ നിന്നായി 75ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ അവസാനിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കുള്ള സർവീസുകൾ നിർത്തലാക്കുന്നതിന് പുറമെ കണ്ണൂരിൽ നിന്ന് ബഹ്റൈൻ, ദമാം, ജിദ്ദ, കുവൈറ്റ് സർവീസുകളും നിർത്തലാക്കാനാണ് തീരുമാനം. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് സലാലയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കും അബുദാബിയിലേക്കും എയർ ഇന്ത്യ സർവീസ് നടത്തില്ല. കോഴിക്കോട് നിന്ന് ദമാമിലേക്കുണ്ടായിരുന്ന 7 സർവീസുകൾ 3 ചുരുക്കും. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 10 സർവീസുകൾ 7 ആകും. തിരുവനന്തപുരത്ത് നിന്ന് ഷാർജയിലേക്കുള്ള സർവീസ് 5 കുറയും. പ്രവാസികളെ അടക്കം ബാധിക്കുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് MK രാഘവൻ MP വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ മലയാളി പ്രവാസികൾ എന്ന് പറയുന്നത് കമ്പനിയുടെ നട്ടലായിരുന്നവരെ അവഗണിച്ചുകൊണ്ടും അവരെ വിസ്മരിച്ചുകൊണ്ടുമാണ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഇത്തരം നടപടികളിലേക്ക് പോകുന്നത്. കേവലം ചില സർവീസുകൾ പിൻവലിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് സംസ്ഥാനത്തെയും ഇവിടുത്തെ യാത്രക്കാരെയും ഇവിടുത്തെ പ്രവാസികളെയും അവഗണിക്കുന്ന, അവരോട് 2ാം നിര പൗരന്മാരായി കാണുന്ന സമീപനത്തെയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തുറന്നു തീർക്കേണ്ടത്. ഒക്ടോബർ അവസാന വാരം തുടങ്ങുന്ന ശൈത്യകാല ഷെഡ്യൂളിലാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരിക. ജയ്പൂർ, ലക്നൗ, മംഗളൂരു തുടങ്ങിയ വിമാനത്താവളങ്ങളിലേക്ക് സർവീസുകൾ മാറ്റി സ്ഥാപിക്കുമെന്നും സൂചനയുണ്ട്. വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് സർവീസുകൾ കുറയ്ക്കുന്നതെന്ന് പ്രാഥമികമായി പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ കാരണം കമ്പനി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം ചില പുതിയ കമ്പനികൾ കരിപ്പൂരിലേക്ക് എത്തുമെന്നും അനൌദ്യോഗിക വിവരങ്ങളുണ്ട്. കരിപ്പൂരിൽ നിന്ന് മാത്രം 25 സർവീസുകളാണ് നിർത്തലാക്കുന്നത്. എയർ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലാഭം വന്നിരുന്നത് മലബാർ മേഖലയിൽ നിന്നാണ്. എന്നിട്ടും എന്തുകൊണ്ട് സർവീസുകൾ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഉയർത്തുന്ന സംശയം. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.